മുഅ്മിനീങ്ങളെ, പുണ്യ റമളാൻ നമ്മോട് വിട പറയാൻ സത്യത്തിൽ മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഒരുപക്ഷെ നാളെ മഗ്രിബോടുകൂടെ പുണ്യ റമളാൻ അവസാനിച്ച് ശവ്വാലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായിരിക്കും. അടുത്ത റമളാനിൽ നമ്മളിൽ ആർക്കൊക്കെ ദീർഘായുസ് അല്ലാഹു കണക്കാക്കി എന്ന് നമുക്കാർക്കും അറിയില്ല. അല്ലാഹുവേ ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ ഇത് കാരണമാക്കണേ അല്ലാ. ഈ ആയിരങ്ങളേറെ പ്രതീക്ഷയോടുകൂടെയാണ് നോമ്പുകാരായി ഇവിടെ സംഗമിച്ചത്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ എഴുത്തുക്കിന്റെ 10 എങ്ങാനും അല്ലാഹു നമ്മളിൽ ആർക്കെങ്കിലും അവന്റെ സാബിക്കായ ഖലായിൽ നരകമാണ് കണക്കാക്കിയതെങ്കിൽ ആ തീരുമാനം മാറിക്കിട്ടണം. ആ നിയ്യത്തോടെ ഒരു 313 തവണയെങ്കിലും അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്നെന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. ആവർത്തിച്ചാവർത്തിച്ച് എഴുത്തുകിന്റെ 10 കാരുണ്യക്കടലായ റബ്ബിനോട് പറഞ്ഞാൽ സഹോദരാ സഹോദരി ഒരിക്കലും നമുക്ക് നിരാശരാകേണ്ടി വരില്ല. അല്ലാഹു ആ നരകത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ഒരു അദാബിന് ഒരു ഹദ് പറഞ്ഞ് തീർക്കാൻ കഴിയൂല. നരകത്തിന്റെ അദാബിന്റെ ഗൗരവം അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. അതിന് മാത്രമുള്ളൊരു സാങ്കല്പിക ശക്തി അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് നരകമെന്ന് മുത്തുനബിക്ക് പറഞ്ഞു കൊടുക്കവേ പൊട്ടി പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട് സാക്ഷാൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും. സഹോദരാ സഹോദരി, എങ്ങനെയാണ് നരകം സഹിക്കാൻ കഴിയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും നരകത്തിന്റെ അദാബിനെ കുറിച്ച് മുത്തുനബിയോട് പറഞ്ഞെങ്കിൽ ആ സമയത്ത് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പതിവ് പോലെ ജാഅ ജിബ്രീലു ഇലാ റസൂലില്ലാഹ്. ഒരിക്കൽ മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്ത് റസൂലിന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. പക്ഷേ സാധാരണ വരുന്ന അവസ്ഥയിലല്ല. സാധാരണ വരുമ്പോൾ മുഖത്തിന് വല്ലാത്ത പ്രകാശമാ. പുഞ്ചിരിയോടെ പുണ്യ റസൂലിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന പ്രകൃതിയാണ് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. പക്ഷെ അന്ന് അങ്ങനല്ല. അന്ന് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ആകെ കരഞ്ഞ കണ്ണു കലങ്ങിയ മട്ടാണ്. ഉടനെ ഫഖാമ ഇലൈഹി റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് അങ്ങോട്ട് നിന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാലക യാ ജിബ്രീൽ റഅയ്നാക മുതഗയ്യിറൽ ലൗൻ. അല്ല ജിബ്രീൽ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങളുടെ മുഖത്തൊക്കെ വല്ലാത്തൊരു ഭാവപ്പകർച്ചയുണ്ടല്ലോ. എന്തോ സങ്കടപ്പെട്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ടാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്താണ് നിങ്ങളുടെ സങ്കടം? എന്താണ്? ഉടനെ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, നബിയേ, ഞാനിപ്പോൾ കടന്നു വരുന്നത് നരകത്തിന്റെ സമീപത്ത് നിന്നാണ്. ഇന്നീലാഹായ റബ്ബ, നരകം എനിക്ക് ശരിക്കൊന്ന് കാണിച്ചു തന്നു. ഞാന് നരകത്തെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ചെരുവുകളും അതിന്റെ ഉള്ളറകളും അതിലുള്ള ഗുഹകളും ശിക്ഷയുടെ വ്യത്യസ്ത രീതികളും കൃത്യമായി ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് ആ നരകം കൃത്യമായി എനിക്കൊന്ന് കാണിച്ചു തന്നു മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ. ശ്രദ്ധിക്കും മുഅ്മിനീങ്ങളെ, ശ്രദ്ധിക്കും. പടച്ചോനെ, അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തേക്ക് കരഞ്ഞ കലങ്ങിയ കണ്ണുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയാണ്, നബിയെ, ആ നരകം കണ്ടിട്ട് ഞാനായിട്ട് പേടിച്ചു പോയി.
പിന്നെ എനിക്ക് ഇന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ ഫഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, എങ്കിൽ സിഫ്ലി അന്നാറ യാ ജിബ്രീൽ, നിങ്ങളാ കണ്ടത് എനിക്കൊന്ന് പറഞ്ഞു തരൂ ജിബ്രീലേ, എന്താണ് നരകത്തിന്റെ അവസ്ഥ എന്നൊന്ന് പറഞ്ഞു തരൂ. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, നബിയേ വല്ലദീ നഫ്സി ബിയദിഹി, എന്നെ നിയന്ത്രിക്കുന്ന റബ്ബിനെ തന്നെയാണ് സത്യം. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നരകത്തിന്റെ ചൂടിന്റെ കാഠിന്യം കൂടാനായി അല്ലാഹു 1000 കൊല്ലം നിരന്തരമായി നരകത്തെ കത്തിച്ചു. കത്തി 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 അതാകെ അങ്ങോട്ട് വെളുത്തുപോയി. പിന്നെ 1000 കൊല്ലം കത്തിച്ചു. കത്തി 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 2000 കൊല്ലം നിരന്തരമായി ചൂടിന്റെ കാഠിന്യം കൂടാൻ വേണ്ടി കത്തിച്ചപ്പോ കടും ചുവപ്പായി മാറി. പിന്നെയും കത്തിച്ചു 1000 കൊല്ലം. 3000 കൊല്ലം നിരന്തരമായി ചൂടിന്റെ കാഠിന്യം കൂടാനായി കത്തിച്ചപ്പോൾ അതിന്റെ കളറ് കടും കറുപ്പായി നബിയെ. ഇപ്പോൾ ആ നരകത്തിന്റെ കളറ് കടും കറുപ്പാണ്. കളറ് കാണുമ്പോൾ തന്നെ പേടി തോന്നും. അല്ലാഹു കാക്കട്ടെ. എല്ലാരും ആമീൻ പറയും, അല്ലാഹു കാക്കട്ടെ. നബിയെ, അതിന്റെ ചൂട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. വല്ലദീ ബഅസനി ബിൽ ഹഖ് ലൗ അന്ന സുഖബ ഇബ്റത്തിൻ ഫുതിഹ മിൻ ജഹന്നമ ഇലാ ദാരിദ് ദുനിയാ ലമാ തമം ഫിൽ അർളി കുല്ലുഹും ജമീആ. നബിയെ, ആ നരകത്തിൽ നിന്ന് ഒരു ചെറിയ ദ്വാരം ഈ ദുനിയാവിലേക്ക് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കേൾക്കണോ? അതിൽ നിന്ന് ചൂട് ഇങ്ങോട്ട് വന്നിട്ട് ലമാത്തമം ഫിൽ അർളി കുല്ലുഹും ജമിയ, ഇവിടെ ഉള്ളവരൊക്കെ ചൂട് കൊണ്ടാണ്ട് മരിച്ചു പോകും എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ. അപ്പൊ എങ്ങനെ അത് സങ്കല്പിക്കാൻ കഴിയാ? അപ്പൊ എങ്ങനെ അത് ഊഹിക്കാൻ കഴിയാ? ഒരു ദ്വാരം സ്വർഗത്തിൽ നിന്നുണ്ടാക്കി ആ നരകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഉണ്ടാക്കി. ആ ചൂട് ആ നരകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് ഇവിടെ ഉള്ളവരൊക്കെ ചൂട് താങ്ങാനാവാതെ മരിച്ചു പോകുന്നു പറയണമെങ്കിൽ എന്ത് തരം ചൂടായിരിക്കും അത്? അല്ലാഹു കാക്കട്ടെ. ആമീൻ പറയ, അല്ലാഹു കാക്കട്ടെ. ആ നരകത്തെ കാക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മലക്കുകളോ, വല്ലദീ ബഅസനി ബിൽ ഹഖ് ലൗ അന്ന ഹാസിനം മിൻ ഹസനതി ജഹന്നമ ലബിത്തലഅ ഇലാ അഹ്ലിദ് ദുനിയാ ലമാ തമന്നി യൻളുറു ഇലൈഹിം മിൻ ഖുബ്ഹി വജ്ഹിഹി വമിന്നതി നിരീഹി. നബിയേ, ആ നരകത്തെ കാക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മലക്കുകൾ അവസ്ഥ വെക്കണം നിങ്ങൾക്ക്. എങ്ങാനും ഒരു മലക്ക് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ ലമാത്തമയ്യല്ലുയിലേക്കും അവരിലേക്ക് നോക്കുന്നവര് ബോധം കെട്ടാണ്ട് വീണു പോകും. മിൻ ഖുബിഹി വജിഹിഹി വമിന്നത്തിനി രീഹിഹി. ആ മലക്കിന്റെ മുഖത്തിന്റെ വൈരൂപ്യം കൊണ്ടും ആ മലക്കിന്റെ ദുർഗന്ധം കൊണ്ടും ഇത് രണ്ടും താങ്ങാനാവാതെ നോക്കുന്നവര് ബോധം കെട്ടങ്ങ് വീഴും നബിയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, പടച്ചോനെ, നീ അദാബിന് വേണ്ടി മാത്രം പടച്ചൊരു കേന്ദ്രാണ്. ഞങ്ങളെ കാക്കണേ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഈ കൂട്ടത്തിലാർക്കെങ്കിലും നിന്റെ സാബിക്കായ ഖലായില്ല നരകം നീ വിധിച്ചെങ്കിൽ ആ തീരുമാനം ഇപ്പോൾ തന്നെ മാറ്റണമേ അല്ലാ. സഹോദര സഹോദരി, ഇതൊന്ന് ഗൗരവമായി ചിന്തിക്കണം. അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ ഒരു കാര്യം ഒഴിവാക്കുമ്പോൾ, ഉദാഹരണം നിസ്കാരം ഒഴിവാക്കുമ്പോൾ, മൻ തറക സ്വലാത മുതഅമ്മിദാ കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ. ഒരൊറ്റ വഖത്ത് നിസ്കാരം ഒരാളങ്ങ് ഒഴിവാക്കിയാൽ അവനത് പറ്റെ ഒഴിവാക്കി, അവനത് ഖലാ വീട്ടിയിട്ടേ ഇല്ല, നിർബന്ധ നിസ്കാരമാണ്. എന്നാൽ കേൾക്കണോ, ഹബീബ് പറയുന്നത് കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ. നരകത്തിന്റെ കവാടത്തിന്റെ മേലിൽ അല്ലാഹു അവന്റെ പേര് രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായപൂർത്തിയായത് മുതൽ നിസ്കാരം നിർബന്ധമാണ്, അല്ലേ?
പ്രായപൂർത്തിയായത് മുതൽ നിസ്കാരം നിർബന്ധമാണ്. മനഃപൂർവ്വം ഒരു നിസ്കാരം എന്നിട്ട് ഒഴിവാക്കി, പിന്നെ കളാവും വീട്ടിയിട്ടില്ല. കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ, അവന്റെ പേര് അള്ളാഹു നരകത്തിന്റെ കവാടത്തിന്റെ മേൽ എഴുതി വെക്കും. നരകത്തിന്റെ കവാടത്തിന്റെ മേൽ ഒരാളെ പേര് വീണാൽ അത് മായാതെ അയാൾ സ്വർഗത്തിലേക്ക്. നിങ്ങൾ ഉറങ്ങണുണ്ടോ? നരകത്തിന്റെ കവാടത്തിന്റെ മേൽ ഒരാളെ പേര് വീണാൽ അത് മായാതെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിക്കുക, അങ്ങനെയാണെങ്കിൽ പടച്ചോനെ നിന്റെ പേര് നരകത്തിന്റെ കവാടത്തിന് മേൽ ഉണ്ടാവോ ഇല്ലേ ആലോചിക്കുക. അതുകൊണ്ട് ആ നിസ്കാരം കലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആ നിസ്കാരം കലാ വീട്ടാൻ ശ്രമിക്കണമെന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തിയത്. സുന്നത്ത് നിസ്കാരം പോലും ഫർള് കലാ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയം കൂടി ആ ഫർളാണ്ട് കലാ വീട്ടിക്കോളൂ, അതാ നിങ്ങൾക്ക് ഹൈറ്. കാരണം സുന്നത്ത് ചെയ്തില്ല എന്ന് കരുതി അതുകൊണ്ട് കുറ്റൊന്നും ഉണ്ടാവില്ല. ഫർള് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ നരകത്തിന്റെ കവാടത്തിന്റെ മേൽ പേര് വീണിട്ടുണ്ടാകും. അത് മായണമെങ്കിൽ ആ നിസ്കാരം കലാ വീട്ടണം. യാ അല്ലാ, നീ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ നരകത്തിന്റെ അവസ്ഥയിൽ ഈ നിലയിലുള്ള നരകത്തിന്റെ കവാടത്തിന്റെ മേലിലാണ് പേരുള്ളതെങ്കിൽ എങ്ങനെ സമാധാനത്തോടെ കഴിയും? ആ മലക്കിന്റെ മുഖം കാണുമ്പോഴത്തേക്കാ വൈരൂപ്യം കൊണ്ട് ദുർഗന്ധം കൊണ്ട് ബോധരഹിതരായി വീണുപോകും. നരകത്തെ താങ്ങിപ്പിടിച്ച് വലിച്ചു കൊണ്ടുവരാൻ തന്നെ 490 കോടി മലക്കുകളെയാണ് അള്ളാഹു ഏൽപ്പിച്ചത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഇത് എവിടുന്നോ ഒരു പൊട്ടക്കണക്കെടുത്ത് പറയല്ല. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസ. 490 കോടി മലക്കുകളാണ് ആ നരകത്തെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ അള്ളാഹു ഏൽപ്പിച്ചത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളൊരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്ത് നിൽക്കുക, പെട്ടെന്ന് അങ്ങോട്ട് വിയർത്ത് റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ നിറക്കാട്ട് മാറി എന്തോ ഒരു ക്ഷീണവും അസ്വസ്ഥതയും ബാധിച്ചതുപോലെ. ഞങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി നബിയെ? റസൂലുള്ള പറഞ്ഞു, ഉൻസിലത്ത് അലയ്യ ആയാത്ത്, കുറച്ച് ആയത്തിറങ്ങിയതാ, എന്നിട്ട് പേടിച്ചുപോയി, എന്നിട്ട് ബേജാറായി. നബിയെ, ഇതിനു മാത്രം നിങ്ങളെ ബേജാറാക്കിയ ആയത്ത് ഏതാ നബിയെ? ഈ നിലയിൽ നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഭാവപ്രകടനം മാറ്റമുണ്ടായല്ലോ, മുഖത്ത് വല്ലാത്ത ഭാവപ്പകർച്ചയുണ്ടായല്ലോ. ഈ നിലയിൽ നിങ്ങളെ ഭയപ്പെടുത്തിയ ആയത്തേതാണ് നബിയെ? ഹബീബായ നബി തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്, കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കം ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നം. ഭൂമിയെ അടിച്ചുടച്ച് ധൂളികളാക്കപ്പെടുകയും അങ്ങനെ മഹ്ശറയിലേക്ക് വിളിയാളമുണ്ടായി. ജനകോടികൾ മഹ്ശറയിൽ ഒരുമിച്ചുകൂടി 7 സഫുകളായി റബ്ബിന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ ഈ മനുഷ്യരെ വളയുകയും ചെയ്താൽ അപ്പോഴാണ് ജഹന്നം, അപ്പോഴാണ് ജഹന്നം എന്ന നരകത്തെ കൊണ്ടുവരപ്പെടുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത് ഓതിയപ്പോൾ ഞാൻ ചോദിച്ചു, നബിയെ കൈഫ യുജാഉ ബിഹാ യാ റസൂലല്ലാഹ്, എന്താ പറഞ്ഞ നരകത്തെ കൊണ്ടുവരികയോ? മനസ്സിലായില്ലല്ലോ. കൈഫ യുജാഉ ബിഹാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നരകത്തെ കൊണ്ടുവരപ്പെടുന്നത് നബിയെ? ഉടനെ ഫഖാലൻ നബിയോ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ലഹാ 70,000 സിമാമിൻ മഅ കുല്ലി സിമാമിൻ 70,000 മലക്കാ. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസാണ്. ആ നരകത്തിന് 70,000 വട്ടക്കണ്ണികൾ ഉണ്ടാകും. എത്ര? 70,000 വട്ടക്കണ്ണി. മഅ കുല്ലി സിമാമിൻ, ഓരോ വട്ടക്കണ്ണി പിടിക്കാനും ഉണ്ടാകും 70,000 മലക്കിൻ. എത്ര മലക്കുകൾ? 70,000 വട്ടക്കണ്ണി ഉണ്ടാവും മൊത്തം. ഒരു വട്ടക്കണ്ണി പിടിക്കാൻ തന്നെ 70,000 മലക്കുകൾ. ഒരു മലക്കിന്റെ ഒരു ശക്തി എത്ര? ഒരൊറ്റൊരു മലക്കിന്റെ ശക്തി
ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരൊറ്റ ഊത്തുകൊണ്ടാണ് ഇതാകെ തകിടം പറയുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് 600 ചിറകുണ്ട് എന്ന് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ആ 600 ചിറകിൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്വവർഗതി എന്ന തെമ്മാടിത്തരത്തിന് അടിമപ്പെട്ടപ്പോൾ അവരെ ആകാശലോകത്തേക്ക് 7 പട്ടണങ്ങൾ അടങ്ങിയ ഒരു ഏരിയ ഉയർത്തിക്കൊണ്ടുപോയി. എന്നിട്ട് ഫജഅല ആലിയഹ സാഫിലഹ, ഈ പത്തിരിയും പൊറാട്ടയൊക്കെ മറിച്ചിടുന്നത് പോലെ അത് തിരിച്ചിട്ട് ഭൂമിയിലേക്ക് ഇട്ടു. ഇത് ഉയർത്തിക്കൊണ്ടുപോയത് അലാ ത്വർഫി ജനാഹിഹി, ഒരൊറ്റ ചിറകിന്റെ മേലിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒരു മലക്കിന്റെ ശക്തി എത്ര? 70,000 മലക്കുകൾ ഒരു വട്ടക്കണ്ണി പിടിക്കണമെങ്കിൽ എന്തായിരിക്കും അത്? ഈ ബിരിയാണി ചെമ്മിന്റെ വട്ടക്കണ്ണി പോലെയെന്ന് വിചാരിക്കണ്ട. ബിരിയാണി ചെമ്മിന് വട്ടക്കണ്ണി ഉണ്ടാവുമല്ലോ, നമ്മൾ ഒലക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ എടുത്തേക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട. ഇതിന്റെ ഒരു വലുപ്പത്തിലായിരിക്കും. അങ്ങനെ 70,000 വട്ടക്കണ്ണികൾ, ഓരോ വട്ടക്കണ്ണി പിടിക്കാനും 70,000 മലക്കുകൾ. 70,000 ഇൻറ്റു 70,000 ഈക്വൽ ടു 490 കോടി മലക്കുകൾ. യാ അല്ലാ, ഈ മലക്കുകളുടെ ആ ഒരു മുഖത്തിന്റെ അവസ്ഥയാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്. അള്ളാന്റെ ഗളബ് കൊണ്ടാണ് ഈ മലക്കുകൾ അള്ളാഹു പടച്ചിട്ടുള്ളത്. അള്ളാന്റെ ദേഷ്യം കൊണ്ട്, പ്രകാശം കൊണ്ടല്ല. ശിക്കുവാനതിയിലുള്ളതാണം ലാക്കുകൾ, ഭയമെന്നതേ അവർക്കില്ല ഉരമാ കൽബുകൾ. സൃഷ്ടിക്കപ്പെട്ടതോ തന്നെ ദേഷ്യത്താല, ഇലാഹായ റബ്ബിന്റെ ഗളബ് കൊണ്ടാണ് അവരെ അള്ളാഹു പടച്ചതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ച റബ്ബേ, ആ നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാഹ്. സഹോദരാ സഹോദരി, ഇങ്ങനെ ആ നരകത്തിന്റെ അവസ്ഥ വിശദീകരിക്കവേ ഹബീബായ നബി തങ്ങൾ കണ്ട കാഴ്ച കേൾക്കണോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിങ്ങിപ്പൊട്ടി കരയുകയാ. ഹബീബായ നബി തങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്, മാലക്കയാ ജിബ്രീൽ, അല്ല ജിബ്രീലേ, നിങ്ങൾക്കിതെന്തു പറ്റി? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? വഅൻത ബിൽ മക്കാനില്ലദീ കുൻത ഫീ, നിങ്ങൾ അത്യുന്നത ദറജയിലല്ലയോ? അല്ലാഹു നിങ്ങൾക്ക് ഉന്നതമായ പദവി നൽകിയതല്ലയോ? നിങ്ങൾക്കൊരിക്കലും ഈ നരകം ലഭ്യമല്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടിച്ച് കരയുന്നത്? നീ കേൾക്കി. അപ്പൊ കൊടുത്തൊരു മറുപടി ഉണ്ട്, നബിയെ, ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കും? ഒരിക്കൽ എന്റെയും മുകളിലായിരുന്നു ഇബിലീസ്. എനിക്ക് അറിവ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആര്? ഇബിലീസ്. ആ ഇബിലീസിന് അള്ളാഹു ഒരു പരീക്ഷണം കൊടുത്തപ്പോ യാ അല്ലാ, ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. ആര്? ഇബിലീസ്. അതുകൊണ്ടവൻ നരകത്തിൽ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, എന്നെന്നും നരകാവകാശിയായി മാറിയില്ലയോ? അതുപോലെ എങ്ങാനും അല്ലാഹു എനിക്ക് വല്ല പരീക്ഷണവും കണക്കാക്കിയോ? എങ്ങാനും അതിൽ പരാജയപ്പെടാനാണോ തീരുമാനം? എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് കരയുകയല്ലാതെ നിർവാഹമില്ല. കരഞ്ഞ റബ്ബിന്റെ കാരുണ്യം പറ്റലല്ലാതെ രക്ഷയില്ല. അതുകൊണ്ടാണ് കരയുന്നത് നബിയേ എന്ന് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ ഫബകാ റസൂലുള്ളാഹ്, ആരംഭപ്പൂവായ മുത്ത് നബിയും കരയുകയാണ്. ഉമർ തങ്ങൾ പറയുകയാണ്, ഞങ്ങൾ സ്തബ്ധിച്ചു, ഞങ്ങൾ വല്ലാതെ സ്തബ്ധരായി, വല്ലാത്തൊരു നിമിഷമായിരുന്നു. അല്ലാഹ് ഫമാസാലാ യബ്കിയാ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഹബീബായ നബി തങ്ങളും അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കുറേ നേരം അവരങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു. ആരാണ് ഈ കരയുന്നത്? മനുഷ്യന്മാരെ, നിങ്ങളതൊന്ന് ആലോചിക്കൂ. ഈ നരകത്തിന്റെ അവസ്ഥയോർത്ത് ആരാണ് ഈ കരയുന്നത്? അള്ളാന്റെ ഹളറത്തിലേക്കാണ്ട് കൊണ്ടുപോയിട്ട് അള്ളാഹു ഏറ്റവും വലിയ അംഗീകാരവും എല്ലാ അംഗീകാരവും കൊടുത്ത മുത്തുനബിയാണ് ഒന്ന്.
فريت من حرم ليلا إلى حرمي كما صار البدر في داج من الظلم جل مولاي وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم പടച്ചോനെ അല്ലാഹുവേ ഈ നബിയാണ് ആ നരകത്തിന്റെ അദാബിനെ കുറിച്ചോർത്ത് ആ നിലയിൽ പൊട്ടി കരയുന്നത്. ആ നിലയിൽ കരയുന്നത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ നമ്മൾ എത്രത്തോളം പേടിക്കണം, നമ്മൾ എത്രത്തോളം ആ കാര്യത്തിൽ ആശങ്കപ്പെടണം.